ഗുരുവായൂർ ദേവസ്വം PROവിനെതിരെ പത്രമാധ്യമ രംഗത്തുള്ളവർ പരാതിപ്പെട്ടതായിട്ടുള്ള സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് PRO തസ്തിക മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന ഒരു ഭരണകൂടമാണ് നിലവിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ PRO തസ്തികയും ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രീയപരമായിട്ട് സംരക്ഷണം ഒരുക്കുന്ന ഒരു ഭരണകൂടത്തിന് സംരക്ഷണം ഒരുക്കുന്ന ഒരു വ്യക്തിയെ അവിടെ പ്രതിഷ്ഠിക്കുവാൻ മാത്രമായിട്ടാണ് ഈ ഒരു തസ്തിക സൃഷ്ടിച്ചിട്ടുള്ളത് പോലും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങളിൽ ഉണ്ടാകുന്നത് പ്രാദേശികമായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കും തന്നെ വലിയ ഒരു ദുഃഖമാണ് സമ്മാനിക്കുന്നത്. വലിയ പ്രതിഷേധവും ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ നിഷ്പക്ഷത പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ സംശയം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് മുൻപിൽ നിന്നു എന്നൊക്കെയുള്ള വാർത്തയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ആ കാര്യത്തിലും വലിയ ആശങ്ക തന്നെയാണ് ഉള്ളത്. താൽക്കാലിക ജീവനക്കാർ നിർബന്ധമായിട്ടും ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള യൂണിയനുകളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൂടി പലരും കാണിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അത് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. അതിനൊരു മാറ്റം വരണം എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ദേവസ്വം കൃത്യമായിട്ട് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തീർത്തും ഗുരുവായൂരപ്പനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കും സംരക്ഷണം ഒരുക്കുന്നതിന് ആയിട്ടുള്ള ഒരു സംവിധാനം ഗുരുവായൂരിൽ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് അവർ മുൻകൈ എടുക്കണം എന്നാണ് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം പ്രത്യക്ഷമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഇനിയും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരേണ്ടി വരും എന്നുള്ളതാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്.